കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് രാവിലെ സമയത്ത് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അത്ഭുതകരമായി അതിശയകരമായി നടത്തട്ടെ. ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ സന്ദേശം കേട്ട് നിങ്ങൾ ബലപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർമാനമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ദൈവവചന വേദഭാഗത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ ഇയ്യോബിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായ തൻ്റെ സ്നേഹിതന്മാരുടെ ഇടപെടലുകളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരെ നമ്മൾ പരിചയപ്പെട്ടു. എലിഫസാണ്. എലിഫസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒക്കെ നമ്മൾ കേട്ടു. രണ്ടാമത് ബിൽദാദാണ്. ബിൽദാദിനെ കുറിച്ചും നമ്മൾ 2-3 പാർട്ട് ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സോഫർ എന്ന് പറയുന്ന സ്നേഹിതനെ കുറിച്ചാണ്. ഇവർ 3 പേരും വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. കാരണം ഇയ്യോബിനൊരു വിഷയം വന്നപ്പോൾ അവർ 3 പേരും കൂടെ ഒത്തുചേർന്ന് ഇയ്യോബിൻ്റെ വീട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അങ്ങനെ വന്ന് വേദനിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവകൃപയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവരെ അവിടെ ചെല്ലുകയും ഇയ്യോബിനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല, അത്രമാത്രം വികൃതമായ ഒരു രൂപത്തിലാണ് തൻ്റെ ശരീരം ഇരിക്കുന്നത്. കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. ദൂരവേ അവർ നോക്കിയിട്ട് മനസ്സിലായില്ല, അവനെ തിരിച്ചറിഞ്ഞില്ല. ഒരു ഉറക്കെ കരഞ്ഞെന്നും അപ്പോൾ തന്നെ അവർ വലിയ ദുഃഖപ്രകടനങ്ങൾ നടത്തി 7 ദിവസം നിലത്ത് കുത്തിയിരുന്ന് അവർ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒന്നും കഴിക്കാതെ 7 ദിവസം അവനോട് ഒപ്പം ഇരുന്നു. ഒരു പ്രത്യേകമായ ശബ്ദമോ അല്ലെങ്കിൽ ദൈവിക അരുളപ്പാടുകളൊന്നും കിട്ടിയില്ല. എന്നാൽ എലിഫസർ പറയുന്നത്, ഒരാത്മാവ് എനിക്ക്, ഒരു ഗൂഢവചനം എനിക്കെത്തി, ഒരാത്മാവ് എൻ്റെ അടുക്കൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ചില സന്ദേശങ്ങൾ പറയുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സവിസ്താരമായി നമ്മൾ പങ്കുവച്ചതാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നതാണ് ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിച്ചത് ബിൽദാദിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ വരെ 3 പാർട്ടായിട്ട് ബിൽദാദിൻ്റെ പ്രതിവാദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സോഫറിൻ്റെ 1ാം പ്രതിവാദമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മനുഷ്യനെ വളരെ ക്രൂരമായി കൊല്ലുന്ന ഒരു നിലവാരം എത്ര ഭീകരമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന് എതിരായിട്ടുള്ള ആരോപണങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഏറ്റവും മൂർച്ചയേറിയ വാക്കുകൾ ഏറ്റവും മൂർച്ചയേറിയ ഈ ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരിൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സ്നേഹിതനാണ് സോഫർ. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മൂർച്ചയേറിയ ആരോപണം ഉന്നയിച്ചത് സോഫറാണ്. ഇയ്യോബിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വ്രണം കുറച്ചും കൂടെ ആ വ്രണത്തിനകത്തേക്ക്, ആ മുറിവിനകത്തേക്ക് എന്താ പറയുന്നത്, വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരു മൂർച്ചയുള്ള ആയുധമായിട്ട് ഇളക്കി അവനെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു സ്നേഹിതനാണ് ഈ സോഫർ എന്ന് പറയുന്ന ആ സ്നേഹിതൻ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മുറിവേറ്റ് കിടക്കുന്നവൻ്റെ അടുക്കൽ അവൻ എത്ര ദുഷ്ടനോ നീതിമാനോ ഏത് നിലവാരത്തിലുള്ള ആളുമായിക്കൊള്ളട്ടെ, അവൻ്റെ മുറിവിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, കൈയിട്ട് ഇളക്കാൻ പാടില്ല, മൂർച്ചയുള്ള ആയുധങ്ങളിട്ട് ഇളക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മുറിവുകളെ വെച്ച് കിട്ടുന്ന മനോഭാവത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകണം.
ഹല്ലേലൂയ. നമുക്കറിയാം, യെരൂശലേമിൽ നിന്ന് എരികോവിലേക്ക് പോയ ഒരു മനുഷ്യന്റെ ചിത്രം നമുക്ക് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, അവന് ആ വസ്ത്രം ഉരിയപ്പെട്ടു, അവന്റെ ശരീരമെല്ലാം മുറിവുകളേറ്റ് അർദ്ധപ്രാണനായി അവൻ കിടക്കുമ്പോൾ ഒരു പുരോഹിതൻ അതുവഴി കടന്നുപോയി. ഇവനെ ശ്രദ്ധിച്ചില്ല. അവനെ വളരെ വേഗത്തിൽ ആലയത്തിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യേണ്ടതുകൊണ്ട് വീണ് കിടക്കുന്നവനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. വേഗത്തിൽ പുറകെ വന്നത് ഒരു ലേവ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ലേവ്യനും അവനെ ശ്രദ്ധിച്ചില്ല. വളരെ പ്രധാനപ്പെട്ടവരാണ് ഈ രണ്ടു കൂട്ടരും. പുരോഹിതൻ കർത്താവിൻ്റെ സന്നിധിയിൽ പാപികൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവൻ, യാഗം കഴിക്കുന്നവൻ, പ്രധാന വിശുദ്ധ സ്ഥലത്ത് കയറുവാൻ അധികാരമുള്ളവൻ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ കയറി ചെല്ലുവാൻ അതോറിറ്റി ഉള്ളവൻ. ഹല്ലേലൂയ. എന്നാൽ വീണ് കിടക്കുന്നവനെ കാണാനുള്ള കണ്ണ്, മുറിവേറ്റ് കിടക്കുന്നവന്റെ മുറിവുകളെ വെച്ച് കെട്ടാനുള്ള അവന്റെ ആ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ അവൻ യാഗാർപ്പണമാണ്, ആരാധനയാണ്, പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് കണ്ടിട്ടും കാണാത്തവനെ പോലെ ഓടുന്നവനെ ദൈവം എത്രമാത്രം അംഗീകരിക്കും എന്ന് അറിഞ്ഞുകൂടാ. ലേവ്യൻ, ദൈവത്തിന് സ്തോത്രം, ദൈവവശത്ത് നിൽക്കുന്നവൻ. ഹല്ലേലൂയ. ദൈവവശത്ത് നിൽക്കുന്നവൻ, ദൈവവശത്തേക്ക് മാറി നിന്നവൻ ലേവി ഗോത്രം. അതിനകത്ത് ലേവ്യൻ എന്ന് പറയുന്നത് അവിടെ ഈ അച്ഛൻ ആയി പുരോഹിതനെ ശുശ്രൂഷ സഹായിയായി നിൽക്കുന്ന മനുഷ്യൻ, ആലയത്തിൻ്റെ കാര്യാദികൾ നോക്കി നടത്തുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ സഹായി. ഇവർക്ക് നേരമില്ല. എന്നാൽ ഒരു ശമരിയക്കാരൻ, അന്യദേവന്മാരെ സേവിക്കുന്ന, ജീവനുള്ള ദൈവത്തെ അറിയാൻ കഴിയാത്ത ഒരു മനുഷ്യൻ അതുവഴി പോയപ്പോൾ വീണ് കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന, അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവന്റെ അടുക്കൽ ചെന്ന് തൻ്റെ വാഹന മൃഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി അവന്റെ അടുക്കിലേക്ക് നടന്ന് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുറിവെണ്ണ ആ മുറിവുകളിൽ പുരട്ടി വെച്ച് കെട്ടി അവനെ ആ സ്വന്തം വാഹനത്തിൽ, അതായത് തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി അവനെ കൊണ്ടുപോയി സത്രത്തിൽ അല്ലെങ്കിൽ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായേ ഞാൻ പറഞ്ഞത്? വാഹനമൃഗത്തിൽ നിന്ന് താൻ താഴെ ഇറങ്ങി. ഹല്ലേലൂയ. ഇന്നാരും താഴെ ഇറങ്ങാൻ തയ്യാറല്ല, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറല്ല. അങ്ങനെ എങ്ങാനും ചെയ്താൽ നഷ്ടങ്ങൾ ഒരുപാടുണ്ടാകാം. പ്രിയ ദൈവമക്കളെ, നഷ്ടങ്ങൾ എന്തേരെ ഉണ്ടായാലും മുറിവേറ്റ് കിടക്കുന്നവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുറിവുകൾ പൊറുക്കത്തക്ക നിലയിൽ അവനെ ആശ്വസിപ്പിച്ച് അവനെ വേണ്ടുന്ന കാര്യാദികൾ ചെയ്തു കൊടുത്ത് അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ദൈവത്തിന്റെ മക്കളായ നമുക്ക് ഉണ്ട്. സ്തോത്രം. പക്ഷെ ഇന്ന് പലരും അത് ചെയ്യുന്നില്ല. മനുഷ്യർ സ്വസനേഹികളും ദ്രവ്യാഗിരികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷികന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അജേന്ദ്രന്മാരും ഉഗ്രന്മാരും അങ്ങനെ ദൈവസ്നേഹം ത്യജിച്ചു കളഞ്ഞവരും ഭോഗപ്രിയരുമായി ലോകത്തിൻ്റെ മോഹങ്ങളിൽ വിധേയപ്പെട്ടിരിക്കുന്ന അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളിൽ സഞ്ചരിക്കുന്ന ഈ അബദ്ധ ചിന്താഗതിക്കാർ. ഹല്ലേലൂയ. അപ്പൊ ഈ സോഫർ നമുക്കറിയാം, ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാരിൽ മുറിവിനകത്തേക്ക് കൈയിറക്കി വേദനിപ്പിച്ച വ്യക്തിയാണ്. നമ്മൾ ആ വാക്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ആളുടെ മുറിവിനകത്ത് മുറിവുകൾ ആർക്കും ഉണ്ടാകാം, ഏത് സമയത്തും ഉണ്ടാകാം. ഞാൻ സ്നേഹത്തോടെ പറയാം, ആളുടെ മുറിവിനകത്ത് കൈ ഇട്ടിളക്കരുത്. നീ ആ മുറിവ് ഒന്ന്
ഒന്ന് തലോടാനോ മരുന്ന് വെച്ച് കെട്ടാനോ നിന്റെ കയ്യിൽ നിന്ന് ചെലവ് മുടക്കി ആ മനുഷ്യനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ഒന്നും നീ തയ്യാറായില്ലെങ്കിലും ദയവ് ചെയ്ത് മുറിവിനകത്ത് കൈയിടരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം ശിഷ്യന്മാരുമായി പല സന്ദർഭങ്ങളിൽ ഒന്നിച്ച് അവർ കൂടിയിരിക്കുന്ന സമയങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ശിഷ്യനായ തോമസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ തോമസ് പുറത്തു പോയിച്ച് തിരിച്ചു വന്നപ്പം ബാക്കിയുള്ള ശിഷ്യന്മാർ പറഞ്ഞു, നിനക്ക് ഭാഗ്യം ഉണ്ടായില്ല, നീ ഇവിടെ ഇല്ലാഞ്ഞ സമയത്ത് കർത്താവ് എന്ത് ചെയ്തായിരുന്നു, അവിടെ വന്നായിരുന്നു. പിന്നെ കർത്താവിന് അറിയത്തില്ലായിരുന്നു തോമസ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത്. തോമസ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം തോമസിനെ പേടിച്ചിട്ടൊന്നുമല്ല, സ്തോത്രം. കാരണം തോമസ് ഒരു എന്താ പറയുന്നത്, ഈ കാര്യങ്ങളൊന്നും അത്ര വേണ്ടതുപോലെ വിശ്വസിക്കാൻ തയ്യാറില്ലായിരുന്നു. തോമസിനോട് തോമസ് പറഞ്ഞു, ഞാൻ എൻ്റെ കൈ എൻ്റെ വിരൽ തൊട്ടല്ലാതെ എന്ത് ചെയ്യുക, ആ മുറിപ്പാടുകൾ കാണാതെ ഞാൻ വിശ്വസിക്കത്തില്ല. യേശു അവനുമായി ഒന്നിച്ചിരിക്കുന്ന ശിഷ്യന്മാരെല്ലാം കൂടെ ഒന്നിച്ച് തോമസുമായിട്ട് ഇരിക്കുന്ന സമയങ്ങൾ പിന്നെയും യേശു അവൻ്റെ മുമ്പാകെ അവന് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെടുകയാണ്. നിന്റെ വിലാപ്പുറം നോക്കാൻ പറഞ്ഞ് കൈ കാണിച്ചു കൊടുക്കുക, നിന്റെ വിരൽ ഇട്ടുകൊള്ളുക എന്ന് യേശു പറയുക. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിട്ടും സംശയിക്കുന്ന തോമസിനെ പോലെയുള്ള ആളുകൾ ഇന്ന് ആത്മീയ മേഖലകളുണ്ട്. യേശുക്രിസ്തുവിനോടൊപ്പം 3.5 വർഷക്കാലം നടന്ന ഈ തോമസ് ഏട്ടൻ അല്ലെങ്കിൽ ഈ പാസ്റ്റർ, ഈ വിശ്വാസി യേശുക്രിസ്തുവിൻ്റെ മുറിപ്പാടിൽ കൈയിടാൻ ശ്രമിക്കുകയാണ്. എത്ര വേദനകരമായ അനുഭവമാണ്. ഒരുവന്റെ മുറിവിൽ എന്ത് ചെയ്യുക, ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ അപ്പനൊരു ആക്സിഡന്റ് വന്ന് ഇവിടെ ഒരു വലിയ മുറിവ് ഉണ്ടായി. ആ മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ മുറിവിനകത്ത് അവർ വിരലിട്ടിങ്ങനെ നോക്കുക, ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും നോക്കുന്നത്, മെഡിക്കൽ ഭാഗത്തെ കാര്യം. ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണു വെട്ടിച്ചു. എത്ര സത്യമാണ്. ഹല്ലേലൂയ. സോഫറിന്റെ വാക്കുകൾ ആഴത്തിൽ മുറിവേൽക്കുന്ന വാക്കുകളായിരുന്നു. ആഴത്തിൽ മുറിവേൽക്കുന്ന വാക്കുകൾ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ദൈവദാസന്മാരോട് പറയാം, ആരെ മുറിപ്പെടുത്താൻ എന്ത് ചെയ്യരുത്, നമ്മളെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. അപാകതകളൊക്കെ ഉണ്ടാകാം, കുറവുകളുണ്ടാകാം. നമ്മൾ ശരീരത്തിൽ വസിക്കുന്നവരാണ്. എനിക്ക് യാതൊരു കുറവുമില്ല, ഞാൻ നീതിമാനാണ്, ഞാൻ പക്ക ദൈവവൈതലാണ് എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് എളുപ്പമാണ്. പക്ഷേ നിന്നിലുള്ള അപാകത നിനക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല, അത് മറ്റുള്ളവർക്കാണ് കണ്ടെത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നീതിമാന്മാരാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മൾ വാദിക്കണ്ട. നമ്മളിൽ എന്തെല്ലാം അപാകതകൾ ഉണ്ട് അല്ലേ? നമ്മളിൽ എന്തെല്ലാം അപാകതകൾ ഉണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത് പരമാർത്ഥമായ ഒരു കാര്യമാണ്. സോഫറിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. അധിക സമയം ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, നാളെ നമുക്ക് കൂടുതൽ സമയം എടുക്കാം. സോഫറിൻ്റെ വാക്കുകൾ മറ്റു കൂട്ടുകാർ രണ്ടുപേരെക്കാൾ ആഴമേറിയ മുറിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു. നമ്മൾ 11-ാം അധ്യായമാണ്. 11-ാം അധ്യായത്തിൽ നമ്മൾ കുറിവാക്യമായി വായിക്കുന്നത് 12, 13, 14 വാക്യങ്ങളാണ്. പൊണ്ണനായവൻ ബുദ്ധി പ്രാപിക്കുന്നുവെങ്കിൽ കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കണം.
നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. കുറിവാക്യമാണ് കേട്ടോ. 11-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് സോഫറിന്റെ 1-ാം പ്രതിവാദം എന്ന് പറയുന്നത്. സ്തോത്രം. പതിനൊന്നാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, വാക്ബാഹുല്യത്തിൽ നീ ഉത്തരം പറയേണ്ടയോ? വിടുവായൻ നീതിമാനായിരിക്കുമോ? വാക്ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ? വിടുവായൻ നീതിമാനായിരിക്കുമോ? വിടുവായൻ. ഹല്ലേലൂയ. എന്റെ അർത്ഥം എന്താണെന്നറിയാവോ? വിടുവായൻ എന്ന വാക്കിന്റെ അർത്ഥം നിയന്ത്രണം കൂടാതെ സംസാരിക്കുന്നവൻ, നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്നവൻ, അല്ലെങ്കിൽ വായാടി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ? വായാടി. ഇനി അതും അല്ലെങ്കിൽ ജൽപ്പനം പറയുക. എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് ചില പെണ്ണുങ്ങളൊക്കെ വീടിനകത്ത് ആരോടൊന്നില്ലാതെ സംസാരിക്കും. ആരും ഇല്ലേലും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെന്നല്ല, ചില ആണുങ്ങളും അങ്ങനെയാ. വിടുവായൻ. യോവേ, നീ ഒരു വിടുവായനാണ്. നിയന്ത്രണം കൂടാതെ സംസാരിക്കുന്നവനാണ്. നിനക്ക് ഇത്രയെല്ലാം വന്നു പറ്റിയിട്ടും നിന്റെ നാവിന് ഒരു നിയന്ത്രണവും ഇല്ലല്ലോ. സ്തോത്രം. നീ ഒന്ന് ഒതുങ്ങ, നീ ഒന്ന് അടങ്ങ്, നിന്റെ വാക്കുകളൊന്ന് ചുരുക്ക്. നമ്മൾ പറയല്ലേ, ഈ ഒരു മുടന്തി നടക്കുന്ന ഒരാള് എന്തെങ്കിലും നല്ല കാര്യമായാലും ചീത്തക്കാരിയായാലും ചെയ്താൽ നമ്മൾ പറയും, ഓ അവന് 2 കാലൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആരായി തീർന്നേനെ പറയലേ. നിയന്ത്രണം കൂടാതെ സംസാരിക്കുന്നവൻ. യോബിനെ കുറിച്ച് പറയുകയാണ്, നിനക്കൊരു നിയന്ത്രണവും ഇല്ലാത്തവനാണ്. ഹല്ലേലൂയ. നമ്മൾ 11:2 വായിച്ചത്. നീ ഒരു വായാടിയാണ്, നീ ഒരു ജൽപ്പകനാണ്. അതുകൊണ്ട് അധികം സംസാരിക്കേണ്ട ആവശ്യകതയില്ല. ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവമക്കളോട് പറയാം, നിന്നെ ഒരു വിടുവായനായിട്ട് ആരെങ്കിലും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം പറയുകയാണ് നീ നീതിമാനാണ്. ദൈവം പറയുകയാണ് നീ ദൈവഭക്തനാണ്. ദൈവം പറയാണ് നീ നേരുള്ളവനാണ്. ദൈവം പറയാണ് നീ ദോഷം വിട്ടകന്നവനാണ്. ആരോടാണ് ദൈവം പറയുന്നത്? ഇയ്യോബിന്റെ കൂട്ടുകാരോടല്ല, ഈ ലോകത്തെ മുഴുവൻ തെറ്റിച്ചു പാപത്തിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോകുന്ന ദുഷ്ടപിശാചായ സാത്താനോട് ദൈവം പറയുകയാണ് അവൻ. അപ്പോൾ ആ സോഫറല്ല അവന്റെ വല്യച്ഛൻ വന്ന് പറഞ്ഞാലും ഇയ്യോബ് തളരുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെയുള്ള സോഫർമാര് ഇന്ന് സഭയ്ക്കകത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ദൈവദാസന്മാരെ ആക്ഷേപിക്കുന്നവര്, വിടുവായൻ എന്ന് പ്രഖ്യാപനം നടത്തി സഭയ്ക്കകത്ത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. സോഫറിനെ പോലെയുള്ളവർ. പ്രിയരെ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരും തയ്യാറാകരുത്. സോഫറിന്റെ വാക്കുകൾ ഇതാണ്: ഇയ്യോബ് ഒരു വിടുവായനാണ്, നിയന്ത്രണം കൂടാതെ സംസാരിക്കുന്നവൻ, വായാടി, ജൽപ്പകൻ. ദൈവത്തിനുള്ള സ്തോത്രം. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇതൊരു ഷോർട്ട് സന്ദേശമാണ്. നിങ്ങളിത് കേൾക്കണം. നിങ്ങളെ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ദൈവമുമ്പാകെ മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക, കരയുക, ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവം കാര്യങ്ങൾ ചെയ്യട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയം കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്ത്തുന്നു. ഈ തിരുവെഴുത്തുകൾ കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.